ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റ് അത് എവിടെ നിന്നാണ് എമേർജ് ചെയ്ത് വന്നിട്ടുള്ളത്, അതിന്റെ ഒരു റൂട്ട് എവിടെ നിന്നാണ് എന്നുള്ളതാണ് നമ്മൾ ഇതിൽ പറയുന്നത്. സോ ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ബേസിക്കലി അതിന്റെ എമർജൻസ് എന്ന് പറയുന്നത് കോൺസെപ്റ്റലൈസേഷൻ ഓഫ് ഇന്റലിജൻസിൽ നിന്നാണ്. അതായത് ഇന്റലിജൻസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൽ നിന്നാണ് ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളത്. സോ ഇതിൽ തന്നെ ഡിഫറെന്റ് കോൺസെപ്റ്റലൈസേഷൻ ഓഫ് ഇന്റലിജൻസ് വരുന്നുണ്ട്. സോ അതാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതായത് വേരിയസ് ആയിട്ടുള്ള സൈക്കോളജിസ്റ്റ് കുറെ അധികം തിയറീസ് ഈ ഒരു ഇന്റലിജൻസിന്റെ ബേസിസിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. സോ അവരുടെ കോൺസെപ്റ്റലൈസേഷൻ ഓഫ് ഇന്റലിജൻസിൽ നിന്നാണ് ഈ ഒരു ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളത്. സോ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കോൺസെപ്റ്റലൈസേഷൻ ഓഫ് ഇന്റലിജൻസ് എന്ന് പറയുന്നത് തോണ്ടൈക്ക് 1920 പ്രപ്പോസ് ചെയ്തിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. സോ അദ്ദേഹം ഇന്റലിജൻസിനെ 3 ഡിസ്റ്റിങ്ക്റ്റ് ക്ലാസ്സസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ അബ്സ്ട്രാക്ട് ഇന്റലിജൻസ്, കോൺക്രീറ്റ് ഇന്റലിജൻസ്, സോഷ്യൽ ഓർ പ്രാക്ടിക്കൽ ഇന്റലിജൻസ്, ഇങ്ങനെ 3ആയിട്ട് ഇന്റലിജൻസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അബ്സ്ട്രാക്ട്, അനലിറ്റിക് ഓർ വെർബൽ ഇന്റലിജൻസ് എന്നൊക്കെ പറയുമ്പോൾ ഇപ്പം നമുക്ക് വെർബലി തിങ്ക് ചെയ്യാനും അതുപോലെ തന്നെ ഇപ്പം എന്തെങ്കിലും ഒരു അക്കാഡമിക് ടാസ്ക് ഒക്കെ വരുമ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യാനും അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഇന്റലിജൻസ് ആണ് അബ്സ്ട്രാക്ട് ഇന്റലിജൻസ് എന്ന് പറയുന്നത്. കോൺക്രീറ്റ് ഇന്റലിജൻസ് എന്ന് പറയുമ്പോൾ അതിൽ മെക്കാനിക്കൽ ഇന്റലിജൻസ് വരുന്നുണ്ട്, പെർഫോമൻസ് ഇന്റലിജൻസ് വരുന്നുണ്ട്, വിഷ്വൽ സ്പേഷ്യൽ ഇന്റലിജൻസ് വരുന്നുണ്ട്. ദെൻ വരുന്നതാണ് സോഷ്യൽ ഓർ പ്രാക്ടിക്കൽ ഇന്റലിജൻസ്. സോഷ്യൽ ഓർ പ്രാക്ടിക്കൽ ഇന്റലിജൻസ് എന്ന് പറയുമ്പോൾ ഇപ്പം നമുക്ക് സോഷ്യബിൾ ആവാനും മറ്റുള്ള ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഒക്കെയുള്ള ഇന്റലിജൻസ് ആണ്. അതുപോലെ തന്നെ സോഷ്യൽ റിലേഷൻഷിപ്പ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും ഡെവലപ്പ് ചെയ്യാനുമുള്ള ഇന്റലിജൻസ് ആണ് ഈ ഒരു സോഷ്യൽ ഓർ പ്രാക്ടിക്കൽ ഇന്റലിജൻസിന്റെ അണ്ടറിൽ വരുന്നത്. ഇങ്ങനെ തോണ്ടൈക്ക് ഇന്റലിജൻസിനെ 3 ഡിസ്റ്റിങ്ക്റ്റ് ക്ലാസ്സസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അബ്സ്ട്രാക്ട് ഇന്റലിജൻസ്, കോൺക്രീറ്റ് ഇന്റലിജൻസ്, സോഷ്യൽ ഓർ പ്രാക്ടിക്കൽ ഇന്റലിജൻസ്. സോ അദ്ദേഹത്തിന്റെ ഈ ഒരു കോൺസെപ്റ്റിൽ ഏതാണ് ഈ ഒരു ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന കോൺസെപ്റ്റിനോട് അടുത്ത് നിൽക്കുന്നത് എന്ന് ചോദിച്ചാൽ സോഷ്യൽ ഓർ പ്രാക്ടിക്കൽ ഇന്റലിജൻസ് ആണ്. അദ്ദേഹത്തിന്റെ കോൺസെപ്റ്റലൈസേഷൻ ഓഫ് ഇന്റലിജൻസിൽ നിന്നും സോഷ്യൽ ഓർ പ്രാക്ടിക്കൽ ഇന്റലിജൻസിൽ നിന്നാണ് ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റ് എമേർജ് ചെയ്ത് വന്നിട്ടുള്ളത്. ഓക്കെ, സോ അതാണ് തോണ്ടൈക്കിന്റെ കോൺസെപ്റ്റലൈസേഷൻ ഓഫ് ഇന്റലിജൻസ്. തോണ്ടൈക്കിന്റെ കോൺസെപ്റ്റലൈസേഷൻ ഓഫ് ഇന്റലിജൻസിൽ നിന്നും സോഷ്യൽ ഓർ പ്രാക്ടിക്കൽ ഇന്റലിജൻസിനാണ് ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റിന്റെ റൂട്ടായിട്ട് അല്ലെങ്കിൽ ഈ ഒരു ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് എമേർജ് ചെയ്ത് വന്നിട്ടുള്ളത്.